തിരുവനന്തപുരം വിമാനത്താവളത്തിലുള്ള ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B പുറത്തേക്കിറക്കുന്നു. ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ പിഴവുകളും ഓക്സിലറി പവർ യൂണിറ്റിലെ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചു. ജിബിൻ ജെബി വിവരങ്ങളുമായി ഉണ്ട് നമ്മളോടൊപ്പം. ജിബിൻ, എപ്പോഴാണ് ഇനി ടേക്ക് ഓഫ്? എപ്പോഴാണ് ഇവിടെ നിന്ന് ബ്രിട്ടനിലേക്ക് തിരിച്ചു മടങ്ങുക എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ എന്തായാലും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം കഴിഞ്ഞ കുറച്ച് നാളുകളെ, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ആഴ്ചയായി എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ തുടരുകയായിരുന്ന F-35 ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. F-35 അവിടെ നിന്ന് അറ്റകുറ്റപ്പണികൾ, അതിന്റെ പ്രധാന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ പിഴവുകളും ഓക്സിലറി പവർ യൂണിറ്റിന്റെ സാങ്കേതിക പ്രശ്നങ്ങളുമാണ് ഈ യുദ്ധവിമാനത്തിനുണ്ടായിരുന്നത്. ആ പ്രശ്നങ്ങളെല്ലാം 25 അംഗ സംഘം, ബ്രിട്ടനിൽ നിന്ന് എത്തിയ 25 അംഗ സംഘം ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ഈ ഹാങ്ങറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഹാങ്ങറിന്റെ പുറത്തേക്ക്, അതായത് ഈ ഹാങ്ങർ കഴിഞ്ഞു കഴിഞ്ഞാൽ എയർ ഇന്ത്യയുടെ ഹാങ്ങറിന്റെ പുറത്ത് ഒരു ബാരിയർ ഗേറ്റ് ഉണ്ട്. ആ ബാരിയർ ഗേറ്റിന്റെ പുറത്തേക്കാണ് ഇപ്പോൾ F-35B എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഇനി പുഷ്ബാക്ക് വാഹനമായ TMX ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇനി ഇതിനെ ആദ്യം ഈ യുദ്ധവിമാനം സൂക്ഷിച്ചിരുന്നത്, അതായത് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ബേ 4ലേക്കാകും ഈ യുദ്ധവിമാനത്തിന് ഇനി എത്തിക്കുക. അവിടെ നിന്ന് മറ്റ് പരിശോധനകൾ കൂടി പൂർത്തിയായ ശേഷമാണ് എന്നാണ് ഇത് പുറപ്പെടുക എന്നുള്ള ഒരു കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുക. എന്തായാലും നാളെയോടുകൂടി പുറപ്പെടുമെന്നാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയുണ്ട്. ഇനി ബേ 4ലേക്ക് എത്തിച്ച ശേഷമായിരിക്കും അന്തിമ പരിശോധനകൾ പൂർത്തിയാക്കുക. എന്തായാലും ഇതിനോടൊപ്പം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഈ ബ്രിട്ടനിൽ നിന്നുള്ള 6 അംഗ സംഘം ഈ വിമാനത്തെ പിന്തുടർന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ CASF അകമ്പടി വാഹനം കൂടി ഈ F-35Bയുടെ തൊട്ട് പിന്നാലെയുണ്ട്. അവർ ഉടൻ തന്നെ അല്പസമയത്തിനകം തന്നെ ഈ ബേ 4ലേക്ക് എത്തും. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് തിരുവനന്തപുരത്തേക്ക് എത്തിയ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചിരിക്കുന്നു. ഇനി തിരികെ പറക്കാനുള്ള സമയം നിശ്ചയിക്കേണ്ടതുണ്ട്.